പ്രിയപ്പെട്ട അഭിനേതാവ് ആസിഫ് അലി മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ് ഈ പ്രത്യേക ദിവസത്തിൽ. സന്തോഷമുള്ളൊരു ദിവസമാണല്ലേ? അതെ, പ്രത്യേകിച്ച് 30 ദിവസത്തെ നോമ്പ് കഴിഞ്ഞ് ഇന്ന് പെരുന്നാൾ എന്ന് പറയുമ്പോൾ കുടുംബക്കാരെല്ലാവരും വീട്ടിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. തൊടുപുഴയാണ് സാധാരണ ഇലക്ഷന് തൊടുപുഴ ഇലക്ഷൻ ചൂടാണ് ഇപ്പോൾ തൊടുപുഴയാണ് എപ്പോഴും പെരുന്നാളിന് പോകാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം ഒരു ചേഞ്ചിന് എറണാകുളത്ത് തന്നെ ആക്കി. ഈ പെരുന്നാളിനെ നമ്മൾ മലയാളികളോട് പറയാനുള്ള കാര്യം എന്താണ്? എപ്പോഴും നമ്മളെ മലയാളികളെ പറ്റി നമ്മൾ എപ്പോഴും പറയുന്നത് ജാതി രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ നമ്മൾ എപ്പോഴും ഒറ്റക്കെട്ടായി എല്ലാ ആഘോഷങ്ങളും, ഇപ്പം പെരുന്നാളാണെങ്കിലും ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നതാണ്. എപ്പോഴും ആ ശീലം തുടരട്ടെ, ആ ശീലം എപ്പോഴും എല്ലാവരുടെയും മനസ്സിലും ഉണ്ടാവട്ടെ. ആഘോഷങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കട്ടെ. ഇപ്പോൾ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു സജീവ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഈ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സുഹൃത്തുക്കളൊക്കെ മത്സരിക്കുന്നുണ്ട്. പിഷാരടിയുടെ ഒക്കെ പ്രചാരണത്തിന് പോവോ? പിഷാരടി അറിയിച്ചിട്ടില്ല എന്നെ. അങ്ങനെ ഒരു വിളി വന്നാൽ ഉറപ്പായിട്ടും പോകും. കാര്യം പിഷാരടി എനിക്ക് വളരെ നന്നായി, വളരെ അടുത്ത് ഒരുപാട് നാളായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ പിഷാരടിയിലെ കഴിവുകളിൽ വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും പിഷാരടി വിളിച്ചാൽ ഒരുപാട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ജനങ്ങളോട് ആസിഫ് അലി എന്ന അഭിനേതാവിനും സാമൂഹ്യ ജീവിക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാവരും നിങ്ങളുടെ പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൃത്യമായി വോട്ട് ചെയ്യുക. വോട്ട് ചെയ്യാതെ നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു നേതാവിനെയോ കുറ്റം പറയാനുള്ള അവകാശമില്ല. നമ്മുടെ വോട്ടവകാശം വിനിയോഗിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വോട്ട് ചെയ്യുക. ഈ ഇത്തവണ ആരെങ്കിലും സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് സമീപിച്ചിട്ടുണ്ട്? അങ്ങനെ ചില വാർത്തകൾ ഉണ്ടായിരുന്നു. അതെപ്പോഴും സോഷ്യൽ മീഡിയയിൽ വരുന്നതാണ്. എന്തായാലും അങ്ങനെയൊന്നും എന്നെ ആരും സമീപിച്ചിട്ടില്ല. അങ്ങനെ സമീപിച്ചാലും എനിക്ക് താല്പര്യമില്ല. എന്റെ ആഗ്രഹവും സ്വപ്നങ്ങളും എല്ലാം സിനിമ തന്നെയാണ്. ആരൊക്കെ അത് രാജാവിൻ്റെ അടിമകളാണ് എന്നറിയാം, എന്നാലും ആവർത്തിച്ച് പറയുകയാണ്. ആരൊക്കെ രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങൾ BJPക്ക് ചെയ്യും, രാഹുൽ ഇല്ലെങ്കിൽ BJP വിജയിക്കും, രാഹുൽ ഇല്ലെങ്കിൽ BJP വിജയിക്കും എന്നൊക്കെ രായ്ക്ക് രാമായണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. സ്വപ്നമെന്നും അതിനെ പറയാൻ പറ്റുമോ എന്നുള്ളത് അടുത്തൊരു ഡൗട്ടാണ്. എന്താണെങ്കിലും നമുക്കതിനെ സ്വപ്നം എന്ന് വിളിക്കാം. ആ സ്വപ്നങ്ങൾ മാത്രമാണ് അത് നിങ്ങളുടേത്. പാലക്കാട്ടെ രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വം കൂടി വന്നതോടുകൂടി പാലക്കാട്ടെ ചിത്രം തന്നെ ആകെ മാറി മറിയുക. കേരളത്തിലെ ഉടനീളമുള്ള ആളുകൾ, പ്രത്യേകിച്ചും പാലക്കാട്ടെ ജനം വലിയ ആവേശത്തിലാണ്. അവർ ഇരട്ടി ആഘോഷത്തിലാണ് എന്നുള്ളതാണ് പിഷാരടിയുടെ വരവോട് കൂടി എന്നുള്ളതാണ്. എന്തുകൊണ്ടും ചിലരൊക്കെ പറയുന്നത് കേട്ടു, ഇയാള് കൊമേഡിയൻ അല്ലേ, ഇയാള് അവിടെ നിന്നാൽ പോരായിരുന്നോ, ഇവിടെ നിന്നാൽ പോരായിരുന്നോ എന്നൊക്കെ. അത് ചിലരുടെ മനഃപൂർവ്വമുള്ള ചില പ്രചരണങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് രമേശ് പിഷാരടി ഈ സ്റ്റാൻഡപ്പ് കോമഡിയോ അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാമിലോ ഒന്നും കോമഡികളൊന്നും അവതരിപ്പിക്കുന്നില്ല. അയാൾ വളരെ കൃത്യമായി നിലപാടുകൾ വളരെ കൃത്യമായി പല ഇടങ്ങളിലായിട്ട് പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. വളരെ നട്ടലുള്ള ഒരാൾ തന്നെയാണ് രമേശ് പിഷാരടി എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അയാളെ അറിയാവുന്നവർക്ക് പ്രത്യേകിച്ചും മനസ്സിലായിട്ടുണ്ട്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചിത്രം ഒന്നുകൂടി ചൂട് പിടിക്കുന്നു എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചിത്രം എല്ലാ അർത്ഥത്തിലും രമേശ് പിഷാരടിക്ക് അനുകൂലമാകുന്ന ഘടകമായി മാറുകയാണ് ഇപ്പോൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആളുകൾ, ആസിഫ് അലിയെ പോലെയുള്ള സിനിമാ രംഗത്തുള്ള പ്രമുഖർ കൂടി എത്തുന്നതോടുകൂടി പ്രചരണം ഒന്നുകൂടി കൊഴുക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇതൊക്കെ നിങ്ങൾ പറയും സിനിമാ നടന്മാർ വന്നാൽ നമ്മൾ വോട്ട് ചെയ്യുമോ? എല്ലാവരും ചെയ്യും. വോട്ട് ചോദിച്ച് ആര് വന്നാലും ചില ചോദിക്കലുകൾ നമ്മുടെ മനസ്സിൽ തട്ടും. അത് നമ്മൾ കൊടുക്കും, അല്ലേ? ഞാൻ പറയുന്നത് ഒരു പാർട്ടിയിലും ഇല്ലാതെ, ഇപ്പോൾ കോൺഗ്രസ്സിലാണെങ്കിലും CPM-ലാണെങ്കിലും BJP-യിലാണെങ്കിലും ഒന്നും ഇല്ലാത്ത ഒരു നിഷ്പക്ഷരായിട്ടുള്ള ഒരു വിഭാഗം ജനം എല്ലാ നാട്ടിലുമുണ്ട്, എല്ലാ മണ്ഡലത്തിലുമുണ്ട്. അവരുടെ വോട്ടുകൾ വളരെ നിർണായകമാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചിത്രം ഒന്നുകൂടി വ്യക്തമാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ആസിഫ് അലിയെ പോലെയുള്ള ആളുകൾ എത്തുമെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ മുന്നോടിയായിട്ട് മുന്നിലോ പിന്നിലോ ആയിട്ട് പല പ്രമുഖരും പാലക്കാട്ടേക്ക് എത്തുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം എന്താണെങ്കിലും രമേശ് പിഷാരടി നടത്തി വെച്ചിട്ടുമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, നിങ്ങൾ ചോദിക്കും ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ പറയേണ്ടത്? കാരണം
രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് ഇല്ലാത്തതിൻ്റെ വേദനയും സങ്കടവും നിരാശയും ഒക്കെ നമുക്കുണ്ട് എന്ന് കരുതി, രാഹുൽ ഇല്ലെന്ന് കരുതി പാർട്ടി സ്ഥാനാർത്ഥി പ്രസ്ഥാനം UDF എന്ന് പറയുന്ന ടീം UDF അത് പരാജയപ്പെടണമെന്ന് ഒരിക്കലും എനിക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല. എനിക്കങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. രാഹുൽ ഉണ്ടാവണമെന്ന് നമ്മൾ വലിയ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയാണ്. പക്ഷേ എന്തുകൊണ്ടോ അയാളില്ല എന്ന് കരുതിയിട്ട് ഇപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പാണ്, അത് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടണം എന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിപ്പോൾ ഇവിടെ എനിക്ക് എൻ്റെ നിലപാടുകൾ ഞാൻ പറയുന്നതിന് എനിക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട് അല്ലേ. രാഹുൽ മാങ്കൂട്ടം തനിക്ക് പാർട്ടി പുറത്താക്കിയതിലോ, തന്നെ പാർട്ടി പുറത്താക്കിയതിലോ, അല്ലെങ്കിൽ തനിക്ക് പാർട്ടി സീറ്റ് നിഷേധിച്ചതിലോ അയാൾക്ക് വിഷമങ്ങളുണ്ടാകും, അയാൾക്ക് അവസരം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതൊക്കെ ശരിയാണ്. പക്ഷേ അതൊക്കെ അയാൾ മാറ്റി വെച്ചുകൊണ്ട് ഇപ്പോഴും പാർട്ടിയാണ്, ഞാൻ പാർട്ടിക്കാരനാണ് എന്ന് ആവർത്തിച്ച് അയാൾ നിലപാട് പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമല്ലേ, ഈ പറയുന്ന ആളുകൾ രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് പറയുന്ന ആളുകൾ രാഹുലിൻ്റെ നിലപാടിനൊപ്പമല്ല. മനസ്സിലായില്ലേ? പിന്നെ സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി അല്ലേ. അപ്പം നിങ്ങൾ ചോദിക്കും, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രചരണത്തിന് ഇറങ്ങിയത്? തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ രാഹുൽ പാർട്ടിക്ക് പുറത്തായിരുന്നില്ല, രാഹുൽ പാർട്ടിക്ക് അകത്തായിരുന്നു. രാഹുൽ നേരിട്ടുകൊണ്ടിരുന്നത് അന്ന് സസ്പെൻഷൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അയാൾ പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല, ഡിസ്മിസിലാണ്, എല്ലാ അർത്ഥത്തിലും പാർട്ടിക്ക് പുറത്ത് നിൽക്കുക. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, അതും അച്ചടക്ക നടപടി നേരിടുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ തനിക്ക് പ്രചരണത്തിൽ പങ്കെടുക്കാൻ പരിമിതി ഉണ്ട് എന്ന് രാഹുൽ തന്നെ പറഞ്ഞതാണ് അല്ലേ. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് പകരം രമേശ് പിഷാരടി വരുമ്പോൾ അത് ഷാഫിയുടെയും രാഹുലിൻ്റെയും ഒന്നും താല്പര്യങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ഒരാളാണ് എന്ന് ഒരിക്കലും പറയാനും പറ്റില്ല. മനസ്സിലായില്ലേ? ഇപ്പം രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും, നമുക്കെല്ലാവർക്കും, കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും ഒറ്റയടിക്ക് ഉത്തരം പറയാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടേക്ക് എത്തിച്ചത് ഷാഫി പറമ്പിലാണെന്ന്. അതേ ഷാഫി പറമ്പിൽ തന്നെയാണ് രമേശ് പിഷാരടിയെയും പാലക്കാട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആ രമേശ് പിഷാരടിയെ ഷാഫി പറമ്പിൽ പാലക്കാട്ടേക്ക് എത്തിക്കുമ്പോൾ ഷാഫി കോഴിക്കോട് ജില്ലകളിൽ, മലബാർ മേഖലകളിൽ വലിയ തിരക്കിലാണ്, നിരന്തരമായ പ്രചരണ പരിപാടികളാണ്, അയാൾ ഓടി നടക്കുകയാണ്. മലബാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ ഷാഫിയുടെ കൈകളിലാണ്. വടകരയിൽ, കൊയിലാണ്ടിയിൽ, നാദാപുരത്ത്, തലശ്ശേരിയിൽ, കൂത്തുപറമ്പിൽ, മട്ടന്നൂരിൽ, പേരാവൂരിൽ, ഇരിക്കൂറിൽ, തൃക്കരിപ്പൂരിൽ, അങ്ങനെ വേണ്ട എല്ലാ ഇടങ്ങളിലും ഷാഫി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഷാഫിയെത്തും പാലക്കാട്ടേക്ക്. അത് ഒരു റൗണ്ട് ഈ മലബാർ മേഖല അവസാനിപ്പിച്ചതിന് ശേഷമായിരിക്കും രണ്ടാം ഘട്ടത്തിലേക്ക് ഷാഫി പാലക്കാട്ടേക്ക് എത്തും. ഷാഫി വരൂല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഷാഫി രണ്ടാം ഘട്ടത്തിലെത്തും. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ പ്രമുഖരായിട്ടുള്ള ആളുകൾ കൂടി എത്തുമ്പോൾ പിഷാരടിയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് ഒന്നുകൂടി കളറാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പം ഇന്നലകളിലൊക്കെ പിഷാരടി വളരെ സജീവമായിട്ട് പാലക്കാട്ട് പാതിരാത്രി വരെ പ്രചരണത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ പരിപാടികളിൽ, വിവിധ പ്രചരണ പരിപാടികൾ, കൺവെൻഷനുകളിൽ ഒക്കെ പിഷാരടി സംബന്ധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, പാലക്കാട്ടെ ചിത്രം അതിനി ഏത് ശോഭാ സുരേന്ദ്രനാണെങ്കിലും ശരി, ഏത് NMR ആണെങ്കിലും ശരി, ആരൊക്കെ വിലക്ക് വാങ്ങിയ, അല്ലെങ്കിൽ ആരൊക്കെയോ കാശ് കൊടുത്ത് വിലക്ക് വാങ്ങിയ സീറ്റാണെങ്കിലും ശരി, നോ വറീസ്. പാലക്കാടിനെ സംബന്ധിച്ച് യാതൊരുവിധ ആശങ്കകളുമില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് ഞാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എവിടെയൊക്കെയോ ചില കുത്തിത്തിരിപ്പിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. കാലിനിടയിൽ കോലിട്ട് തിരികുന്ന ഏർപ്പാട് ചിലയിടങ്ങളിൽ നിന്ന് നടക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് പിണറായി വിജയൻ്റെ അന്തംഗമ്യ അടിമകളാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവരെ ഉദ്ദേശിച്ച് വളരെ കൃത്യമായിട്ട് അവർക്കെതിരെയുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പാലക്കാട്ട് ഇനി ആശങ്കയില്ല ഒരർത്ഥത്തിലും.
മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇവൻ രാഹുൽ മാങ്കൂട്ടം പോലും ഒരു ഘട്ടത്തിലെങ്കിലും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന് എത്തിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്കാർക്കും ഒരു അത്ഭുതം വേണ്ട എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ പിഷാരടി എന്താണെങ്കിലും തൻ്റെ സുഹൃത്തുക്കളെ വിളിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അല്ലേ? ഇപ്പോൾ പാലക്കാട്ടേക്ക് തൻ്റെ സിനിമാ മേഖലയിൽ നിന്നുള്ള, അയാളുടെ മേഖല അതാണല്ലോ, ആ മേഖലയിൽ നിന്നുള്ള അനവധി ആളുകളെ അയാൾ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഷുവറായിട്ടും അയാൾ എത്തിക്കും. അത് എപ്പോൾ എന്ന് ചോദിച്ചാൽ അതൊരു ടേണിംഗ് പോയിന്റ് പോലെയായിരിക്കും. ഏത് ഘട്ടത്തിലും പാലക്കാട് വിവിധ സമയങ്ങളിൽ പല ആളുകളെയും ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആസിഫ് അലിയെ പോലുള്ള പല ആളുകളും ഞങ്ങൾ പിഷാരടിയുടെ ഒരു കോള് ഇന്ന ദിവസം ഇന്ന സമയത്ത് എത്തണമെന്നുള്ള ഒരു കോളിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് പിന്നെ ഈ ആസിഫ് അലിയെ പോലെയുള്ള പിഷാരടിയെ അടുത്തറിയുന്ന ആളുകൾ അയാളുടെ കഴിവുകളിൽ അത്രയധികം വിശ്വാസം, ഉറപ്പ് പാലക്കാട്ടൻ ജനതയ്ക്ക് കൊടുക്കുമ്പോൾ പിന്നെ അവിടെ മറിച്ച് ചിന്തിക്കാൻ മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. CPM വളരെ തന്ത്രപൂർവം മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളുടെ വോട്ടുകൾ ഒരു ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്യിപ്പിക്കണം, അതിലൂടെ കോൺഗ്രസിൻ്റെ തോൽവി ഉറപ്പാക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് പാലക്കാട്ട് നടത്തിയിരിക്കുന്നത്. പക്ഷേ CPMകാരൻ മനസ്സിലാക്കേണ്ടത് ഇന്നലെ വരെ നോമ്പെടുത്ത പാലക്കാട്ടെ ഇന്നവരെ ഈദ് ആഘോഷിക്കുമ്പോൾ കൃത്യമായിട്ടും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ചാക്കിൽ പണം വാങ്ങി ജില്ലാ ഓഫീസിൽ, പാർട്ടി ആഫീസിൽ, ജില്ലാ കമ്മിറ്റി ആഫീസിൽ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം കൊടുത്തിരിക്കുന്ന സീറ്റ് അയാൾ ചാക്കിൽ കെട്ടി കൊണ്ടുതന്ന ആ പണം അയാൾക്കത് നഷ്ടമാവുകയേ ഉള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് CPM കമ്മ്യൂണിറ്റിയെ കണ്ടിട്ട് കൂടുതൽ പനിക്കണ്ട, മനസ്സിലായില്ലേ? വളരെ കൃത്യമായിട്ട് ബോധ്യമുള്ള പ്രബുദ്ധതയുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ള കാര്യം CPM ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇനി ബാക്കിയുള്ള കാര്യം എന്താണെന്നുള്ളത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് മെയ് 4 വരുമ്പോൾ ഇവർക്ക് എല്ലാ അന്തംഗമ്മി അടിമകൾക്കും കൃത്യമായിട്ട് മനസ്സിലാകുന്നതായിരിക്കും.